10 കന്യകമാരുടെ കഥ മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള യേശുവിന്റെ ഒരു ഉപമയാണ്. ഇത് ക്രിസ്തുവിന്റെ രണ്ടാം വരവിനുവേണ്ടി ഒരുങ്ങിയിരിക്കേണ്ടതിന്റെ പ്രാധാന്യം പഠിപ്പിക്കുന്നു. ഒരു മണവാളനെ സ്വീകരിക്കാൻ 10 കന്യകമാർ വിളക്കുകളും കത്തിച്ചു കാത്തുനിന്നു. അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ഭോഷന്മാരും ആയിരുന്നു. ബുദ്ധിയുള്ള കന്യകമാർ വിളക്കിന് ആവശ്യമായ എണ്ണ കരുതൽ പാത്രങ്ങളിൽ കരുതിയിരുന്നു. എന്നാൽ ഭോഷന്മാരായവർ വിളക്കുകൾ മാത്രമേ കൊണ്ടുപോയിരുന്നുള്ളൂ. മണവാളൻ വരാൻ താമസിച്ചപ്പോൾ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാത്രിയിൽ ഇതാ മണവാളൻ വരുന്നു, അവനെ എതിരേൽക്കാൻ പുറത്തുവരുവിൻ എന്ന് ഒരു വിളി കേട്ടു. ഉടൻ തന്നെ കന്യകമാർ ഉണർന്ന് വിളക്കുകൾ ശരിയാക്കാൻ തുടങ്ങി. ഭോഷന്മാരായ കന്യകമാരുടെ വിളക്കുകൾ കെട്ടുപോയിരുന്നു. അവർ ബുദ്ധിയുള്ളവരോട് എണ്ണ ചോദിച്ചു. എന്നാൽ ബുദ്ധിയുള്ളവർ തങ്ങളുടെ എണ്ണ എല്ലാവർക്കും കൂടി തികയാതെ വരുമെന്ന് പറഞ്ഞ് അവരെ എണ്ണ വിൽക്കുന്നവരുടെ അടുത്തേക്ക് അയച്ചു. അവർ എണ്ണ വാങ്ങാൻ പോയ തക്കത്തിന് മണവാളൻ എത്തി. ഒരുങ്ങിയിരുന്ന 5 പേർ മണവാളനോടൊപ്പം കല്യാണവിരുന്നിന് പോയി. വാതിൽ അടയ്ക്കുകയും ചെയ്തു. പിന്നീട് ഭോഷന്മാരായ കന്യകമാർ വന്ന് കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് നിലവിളിച്ചെങ്കിലും മണവാളൻ അവരെ അറിയുന്നില്ലെന്ന് പറഞ്ഞ് നിരസിച്ചു. യേശു ഉപസംഹരിച്ചു. അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കുവിൻ, വരുവാനുള്ള ദിവസം, നേരം നിങ്ങൾക്കറിയില്ല. ഈ ഉപദേശത്തിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ: 1. ഒരുങ്ങിയിരിക്കുക. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഈ ഉപമയുടെ പ്രധാന സന്ദേശം ആ വരവിനായി എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്നതാണ്. ആത്മീയമായി സജീവമായിരിക്കുക, പ്രാർത്ഥിക്കുക, ദൈവവചനം പഠിക്കുക, നന്മ ചെയ്യുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 2. സ്വന്തം ഉത്തരവാദിത്തം. ഭോഷന്മാരായ കന്യകമാർക്ക് എണ്ണ കരുതാനുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. എന്നാൽ അവർ അതിൽ പരാജയപ്പെട്ടു. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണ്. ഒരു വ്യക്തിയുടെ വിശ്വാസം മറ്റൊരാൾക്ക് പങ്കുവയ്ക്കാൻ കഴിയില്ല. 3. ഒഴിഞ്ഞ വാഗ്ദാനങ്ങൾ. പുറമേ ഒരുങ്ങിയിരുന്നെങ്കിലും ആഴമായ ആത്മീയതയോ കരുതലോ ഇല്ലാത്തവരുടെ അവസ്ഥയാണ് ഭോഷന്മാരായ കന്യകമാർക്ക് സംഭവിച്ചത്. നമ്മുടെ വിശ്വാസം ആത്മാർത്ഥവും ആഴത്തിലുള്ളതും ആയിരിക്കണം. 4. അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. മണവാളൻ വന്നപ്പോൾ അവർക്ക് ലഭിച്ച അവസരം അവർക്ക് നഷ്ടപ്പെട്ടു. ഇതുപോലെ ദൈവത്തെ സ്വീകരിക്കാനുള്ള അവസരം നാം പാഴാക്കരുത്. പിന്നീട് ലഭിക്കുന്ന യാചനകൾക്ക് ദൈവം കൃപ കാണിക്കണമെന്നില്ല. 5. ദൈവത്തെ അറിയുക. മണവാളൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. യേശുവിനെ വ്യക്തിപരമായി അറിയുകയും അവിടുത്തെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശനം ലഭിക്കൂ. ഈ ഉപമയിലൂടെ യേശു പഠിപ്പിക്കുന്നത് പുറമേയുള്ള അനുഷ്ഠാനങ്ങളെക്കാൾ പ്രധാനം ഹൃദയത്തിൽ ദൈവത്തോടുള്ള യഥാർത്ഥ ബന്ധവും ജീവിതം മുഴുവൻ ദൈവഹിതത്തിൽ ജീവിച്ചു യേശുവിന്റെ വരവിനായി ഒരുങ്ങിക്കഴിയുക എന്നതാണ്.